ഷിബു എന്ന സഹോദരത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. പുനലൂർ ആയിഷ എന്ന സഹോദരന്റെ ഹൈറുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പുതൂർ ഹാജ എന്ന സഹോദരന്റെ ഭർത്താവിന്റെ കടബാധ്യതകളെല്ലാം പടച്ചവൻ മാറ്റി കൊടുക്കുമാറാകട്ടെ. മരിച്ചപ്പോൾ സഹോദരൻ മരണപ്പെട്ടു പോയ ഭാര്യക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗ നസീബാക്കുമാറാകട്ടെ. സഹോദരൻ ആദ്യമായി കിട്ടിയ ശമ്പളം കിട്ടിയതിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ ജോലിയിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ആ സഹോദരൻ ചെയ്ത ഹലാലായ മുറാദുകളായി അല്ലാഹു സഫലമാക്കി കൊടുക്കുന്നത് പുരാൻ തിരുവനന്തപുരം എന്ന സഹോദരൻ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശിർഫ് ഹനീം എന്ന സഹോദരൻ എല്ലാവിധ ഹൈറുകളും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുല്ലപ്പാല സദീഖ് എന്ന സഹോദരന്റെ മകന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. നല്ല ഹൈറായ ഭാവി ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുമല ശരീഫായ എന്ന സഹോദരിയുടെ മരണപ്പെട്ടു പോയ മാതാവിനും പിതാവിനും മകനും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തുറന്നുമാറാകട്ടെ. തിരുമല ആശിഖ് എന്ന സഹോദരന്റെ മക്കളായ സൈദരിക്കും പരീക്ഷ ഉന്നതമായ വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. ആ സഹോദരൻ നിയന്ത്രിച്ച എല്ലാ വിഷയങ്ങളെയും പടച്ചവൻ ഐശ്വര്യത്തിലും ബറക്കത്തിലും ഒത്തുമാറാകട്ടെ. കരമന സൈദരി മുബീനായി എന്ന സഹോദരന്റെ കുടുംബത്തിനെല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകുമാറാകട്ടെ. സമാധാനവും സ്വന്തമായ ഒരു ഭവനവും പടച്ചവൻ കുടുംബമാക്കി കൊടുക്കുമാറാകട്ടെ. കിള്ളി റൂബീനായി എന്ന സഹോദരിയുടെ രോഗങ്ങളെല്ലാം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പരീക്ഷ PSCയുടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന പരീക്ഷയായി ജോലിയുടെ പ്രതീക്ഷ അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കാട്ടാക്കട റൂബീനായി എന്ന സഹോദരന്റെ മരണപ്പെട്ടു പോയ പിതാവിനും മാതാവിനും മാമാക്കും അല്ലാഹു റഹ്മത്ത് നൽകുമാറാകട്ടെ. മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. വെഞ്ഞാറമൂട് സില്ല എന്ന സഹോദരിക്ക് അല്ലാഹു സന്താന സൗഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് തടസ്സമായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ഒക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നഗരവും ഷാജഹാൻ എന്ന സഹോദരന്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടിട്ട് ഫസലുദ്ദീൻ സാഹിബ് മരണപ്പെട്ടത് 2ാമത്തെ ആണ്ടാണ്. അല്ലാഹു പിതാവിനെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബാദികൾ ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത പരിശുദ്ധ ഖുർആനും സ്വലാത്തും എന്തെല്ലാം ഹദിയകൾ സഹായങ്ങൾ സ്വതന്ത്രങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടോ വിശേഷമായി സ്ഥാപനങ്ങളൊക്കെ ചെയ്ത സഹായമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒത്തിക്കൊത്തിക്കായി ചെയ്യുന്ന എല്ലാ നന്മകളുടെയും സവാബ് ആ പിതാവിന്റെ അവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തെ നോമ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മാംസം ഒരാടിന് നൽകിയ പേരുള്ള സബൂറ എന്ന സഹോദരി അല്ലാഹു സഹോദരിയും കുടുംബത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ നിയാത്തുകൾ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. പള്ളിക്കൽ കേക്കോട് മുഹമ്മദ് മന്നാനി ഉള്ളവർ വിചാരമുള്ള ജമാഅത്തിന് ഇമാമായിട്ട് കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ബഹുമാന്യനായ മുഹമ്മദ് ഉസ്താദ് ശാരീരികമായ രോഗാവസ്ഥയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും ബറക്കത്തും ശുഭയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ഥാപനത്തിന്റെ സ്റ്റാഫായിട്ടുള്ള രജനി എന്ന സഹോദരിയുടെ കൊച്ചുമകന് ഓട്ടിസമാണ്. ആ സഹോദരിയുടെ മകന്റെ ഓട്ടിസം രോഗം പടച്ചവൻ ശുഭയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ പാവങ്ങളായ നിരാലരായ മക്കളുടെ നിഷ്കളങ്കമായ മനസ്സുകളുടെ നേട്ടം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ രോഗം പരിഹരിക്കപ്പെട്ട അല്ലാഹു ശുഭയാക്കി കൊടുക്കുമാറാകട്ടെ. സബീരായ സഹോദരന്റെ മാതാവിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മുഴുവനും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ഐശ്വര്യങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുരിയോട് മദീന അൻസാരി എന്ന സഹോദരിക്ക് അല്ലാഹു കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകനാടിനോട് നിന്ന സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന് കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മയ്യമായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം വലിയ ലക്ഷ്യങ്ങളോടുകൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ഇനി ഒരു 15 വർഷം പിന്നീട് പോരായി ഇതിന്റെ പ്രോജക്റ്റിന്റെ ഒരു പൂർത്തീകരണം ആ സമയത്ത് ഭാവിയിലൊക്കെ ലക്ഷ്യമാക്കി ഈ ഉമ്മത്തിന്റെ മാതൃകാപരമായ ഒരു
ഇസ്ലാമിക കൾച്ചറൽ സംശയം ഉണ്ടാകും. അതിലെ പ്രധാനമായി പടച്ചറപ്പിന്റെ മാർഗത്തിനായി വഖഫ് ചെയ്യപ്പെടുന്ന ഒരു പള്ളി കൂടിയും പള്ളിക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണം ആരംഭിക്കുവാൻ ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചു. ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിന്റെ ഇന്നത്തെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്ക് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വെട്ടിയടിച്ച് ഇതിന്റെ നിർമ്മാണം തുടങ്ങുവാനുള്ള അടയാളമാണ് താഴെ കാണിൽ കാണുന്ന കയറ് കെട്ടിയിരിക്കുന്ന അടയാളം പള്ളിയുടെ പണി തുടങ്ങുന്നത്. അതിന്റെ ഒരു ഭാഗം സഹായമായി നൽകുന്ന സഹോദരന്മാരാകട്ടെ, അർഹമായ പ്രതിഫല പഠനപ്പെട്ടത് നൽകുമാറാകട്ടെ. ആ പള്ളിയുടെ മുഴുവൻ അവിടെ നടത്തുന്ന ഇബാദത്തിലുള്ള ഓരോ സുജൂദിന്റെയും ആ സഹോദരന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറപ്പിന്റെ എല്ലാ പ്രതിഫലങ്ങളും ആ സഹോദര കുടുംബത്തിലും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഏതെല്ലാം രൂപത്തിലൂടെ ആരെല്ലാം സഹായിക്കുന്നു അവർക്കെല്ലാവർക്കും പള്ളിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മുഴുവൻ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 5000 രൂപ എന്നാണോ പള്ളി വെക്കുക, അന്നത്തേക്ക് വേണ്ടി നൽകിയ ഒരു മാതാവുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. പുറത്തു കൊടുക്കുമാറാകട്ടെ, മറഹമത്ത് നൽകുമാറാകട്ടെ, സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ, നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും ജീവിതത്തിലുടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിയത്ത് ചെയ്ത എല്ലാ വിഷയങ്ങളെയും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. ശ്രീകാരി ഫാഹിമായ സഹോദരൻ അല്ലാഹു ശരീരത്തിന് സുഖം കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നാറമുള്ള ഷൈന എന്ന സഹോദരിക്ക് അല്ലാഹു ശരീരത്തിന് സുഖം കൊടുക്കുമാറാകട്ടെ. ജോലിയിൽ ബറക്കത്തും ഐശ്വര്യങ്ങളും കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ തടസ്സങ്ങളെയും അല്ലാഹു മാറ്റിമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള ബഹുമാന്യനായ നിജാമുദ്ദീൻ നദ്രി അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗബാധിതരായി വിഷമത്തിലായി കഴിയുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോട്ടുകുന്നം അൻസി എന്ന സഹോദരിക്ക് അല്ലാഹു നല്ല ജോലി കൊടുക്കുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ജോലിയുടെ വഴി ഉറപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരിയുടെ മകൻ നല്ലൊരു ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ അല്ലാഹു ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബറക്കത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടുപേരെയും കബൂലാക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകട്ടെ. രോഗശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ളൊക്കെ പടച്ചവൻ മാറ്റിമാറാകട്ടെ. സഹോദരി ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളായി റഹീമായി നിറവേറ്റിമാറാകട്ടെ. കുടുംബത്തിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിയുടെ മകളുടെ ശൈലിയുടെ രോഗം പരിപൂർണ്ണമായിട്ട് അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിയുടെ ഭർത്താവിന്റെയും മകളുടെയും രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാസറുദ്ദീൻ സാഹിബിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഇബ്രാഹിം ഹരിയാരത്തെ രണ്ടുപേർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഐശ്വര്യവും ഹൈറും അല്ലാഹു നൽകുമാറാകട്ടെ. ആയൂർ ഫൈസൽ എന്ന സഹോദരന്റെ 1ാമത്തെ ജന്മദിനമാണ്. ആയൂർ ഫൈസൽ എന്ന കുട്ടിയുടെ 1ാമത്തെ ജന്മദിനമാണ്. മുഹമ്മദ് എന്ന മകന് വേണ്ടി ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഫസീല മരണപ്പെട്ടു പോയ പിതാവ് റസൂലുള്ളാഹി സാഹിബിന് വേണ്ടി മകൾ ഖൽഖം പൂർത്തിയാക്കിയ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മകൻ നിർവഹിച്ചുകൊണ്ട് പടച്ചവൻ കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേക ദുആവസിയത്തുമായി വന്ന ആ കുടുംബം ആ പിതാവിന് വേണ്ടിയിട്ട് നിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ പുണ്യകർമ്മങ്ങളെയും റഹീമായ കബൂലാക്കി വലിയ പ്രതിഫലം അല്ലാഹു ദുനിയാവിൽ ആഖിറത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ പഠനങ്ങളുടെ പുരോഗതി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാലച്ചാൽ എന്ന സഹോദരന്റെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗ നസീബാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരന്റെ ശരീരത്തിന് അല്ലാഹു സുഖം കൊടുക്കട്ടെ. ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. എന്ന സഹോദരിയുടെ ഭർത്താവിന് ജോലി ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്ന സഹോദരിയുടെ ഭർത്താവിന് ജോലി ഐശ്വര്യം നൽകുമാറാകട്ടെ. ബറക്കത്ത് നൽകുമാറാകട്ടെ. ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ അവരുടെ പിതാവിന് ഭാര്യ പിതാവിന് അല്ലാഹു റഹ്മത്ത് നൽകുമാറാകട്ടെ.
സ്വർഗാവകാശങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ അധികാരപ്പെടുത്തട്ടെ. കടിയാപുരം സഹോദരമായ വിജയപടച്ചിറപ്പ് നൽകട്ടെ. ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. നെടുമങ്ങാടുന്ന സഹോദരി പരീക്ഷ ഉന്നതമായ വിജയം നേടുന്നതിന് മനസ്സിലെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിൽ ഏതെല്ലാം നിയ്യത്തുകൾ ചെയ്തുകൊണ്ട് ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തവരുണ്ടോ, ഈ മജ്ലിസിൽ എത്തിച്ചേർന്നവരുണ്ടോ, റഹ്മാനുർ റഹീമായ റബ്ബേ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകളെയും നാഥനായ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ഐശ്വര്യങ്ങളും അവർക്ക് ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നോമ്പ് തുറയുടെ വെള്ളം വളണ്ടിയർമാരെ ഈ സദസ്സിലേക്ക് എല്ലാവരുടെയും കൈകളിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തോളം നിസ്കാരം കഴിഞ്ഞ് കാര്യമായ ദുആ കൂടി ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനഹു വ വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹദാ ശഫീഉൽ വറാ أبلي شفاعته وسلم صلى الله على محمد يا ربي بالمصطفى محمد يسر صراط النجل المقدم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا مولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وإذنا عذر المولود واحشرنا تحت الرباء المنقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تيسير أعمالنا واستجب دعاءنا إنك أنت السميع العليم. اللهم اجعل جمعنا وتفرقنا من بعده تفرقا معصوما. اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا عليك توكلنا واليك نبنا واليك المصير. اللهم بارك لنا فيما اعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير واصرف عنا شر الدنيا وشر الآخرة. اللهم اشف أمراضنا وأمراض مرضانا وأمراض أهالينا وأولادنا وأمراض كل من أوصانا بالدعاء خصوصا وتعلقوا بإدارتنا هذا الأمراض الظاهرية والباطنية والروحانية والجسمانية وسائر الأمراض التافهة التي تضل العلم والعبادة ونساءها يا راحم المساكين. اللهم سلمنا وسلم آلنا وسلم كل من تعلقوا بنا خصوصا وتعلقوا بإدارتنا هذا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم حسن على مرادنا وبلغ مقاصدنا وتب علينا إنك أنت التواب الرحيم. الرحمن الرحيم يا الله. കാരുണ്യകരനായ രക്ഷകനാവേ, കാരുണ്യവാനായ സ്നേഹമുള്ളവയായ തമ്പുരാനേ, അല്ലാഹുവേ നീ കബൂലാക്കണേ. ഞങ്ങളോട് നിന്റെ പരിശുദ്ധ ഖുർആൻ ഇവിടെ പാരായണം ചെയ്യപ്പെട്ട ദിക്റുകൾ സലാത്ത് സലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഒറ്റക്കൊണ്ടായി ഈ നിമിഷം പരസ്പരം വഹിച്ച ഇബാദത്ത് സ്വാലിഹാത്ത് എന്തെല്ലാം അറിയപ്പെടുന്ന ഈ സ്ഥാപന പ്രസ്ഥാനത്തിലൂടെ നീ സ്വീകരിച്ച സ്ഥാപനമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ അബോധികമായ ആയിരക്കണക്കിന് സഹായങ്ങളുടെ അത്ഭുതകരമായ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണല്ലോ.
പടച്ചവനെ നിനക്ക് ഏറ്റവും മതിയായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പടച്ചവനെ അതിനെല്ലാം നിന്റെ മുഖത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു. പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളിൽ ഒരാളെ നീ പാഴാക്കാതെ അല്ലാഹുവേ എന്നെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് ഏതെല്ലാം ആവശ്യങ്ങൾ മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്‌ലിസിലേക്ക് വന്നു ചേർന്നവർ നിന്റെ അബോധികമായ സഹായങ്ങളെ കൊണ്ട് സഹായിച്ചായി മുഹമ്മദിന്റെ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നവരെ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. രോഗികളായി വന്നവർക്ക് ശമനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ നീ നൽകിയ നിഅമത്തുകളെ നിലനിർത്തണേ റബ്ബേ. പടച്ചവനെ ജീവിതത്തിൽ നീ നൽകിയ കുടുംബവും സന്തോഷവും നിലനിർത്തണേ അല്ലാഹ്. വരുമാന മാർഗ്ഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഭാര്യമാരിൽ സന്താനങ്ങളിൽ കുടുംബങ്ങളിൽ ജീവിത വിഭവങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മാതാപിതാക്കളിൽ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സമയമായ സൗഭാഗ്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെല്ലാം പൂർവാധികാരത്തോടെ സന്തോഷമായ രൂപത്തിലൂടെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരും, ഭാര്യ സഹോദരങ്ങൾ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവരാരെല്ലാം ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്രമപ്പെടുന്നു അവരെല്ലാം പ്രകാശം നിറയ്ക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ ആരാധനയിൽ ഉൾപ്പെടുത്തണം റബ്ബാനെ, ജന്നാത്തുൽ ഫിർദൗസിൽ ആരാധനയിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ നിന്റെ ദൈവികമായ സഹായമായ കവാടങ്ങൾ തുറന്നു കൊണ്ടിയ 1000 അനുഭവങ്ങളുടെ ചരിത്രത്തിന്റെ സംഗമദിനമാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് റബ്ബേ, നീ അറിയുന്നവനാണല്ലോ റബ്ബാനെ. ആവശ്യങ്ങളെല്ലാം ഈ ദിവസത്തിന്റെ അത്ഭുതങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് റബ്ബേ, ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആശങ്കപ്പെടുന്ന വിഷയങ്ങളുണ്ട് റബ്ബേ. അതൊക്കെ പ്രായത്തായ രൂപത്തിലൂടെ നീ പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. പടച്ചറബേ എന്തെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചാലുണ്ടോ ഇവിടെ മുഴുവനും സമരമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇടകേറുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണം റബ്ബാനെ. വ്യക്തിജീവിതം, കുടുംബജീവിതം, ഉപജീവിതം, തൊഴിൽ മേഖല ഒക്കെ ഈ ബറക്കത്തിലാക്കണേ അല്ലാഹ്. ഐശ്വര്യത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹു റഹ്മാനായ റബ്ബേ, കടബാധ്യതകൾ നഷ്ടപ്പെടുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞു റബ്ബേ. ആ കടബാധ്യതകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചറബേ ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട കഷ്ടതകളിൽ കഴിയുന്നവരുടെ റബ്ബേ ഒക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്നലകളെ മുതൽ ഇന്നലത്തെ ഈ നിമിഷം വരെ ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം, ഇന്ന് സമൂഹം പറയുന്ന ഈ രൂപത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മനസ്സാ വാചാ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെല്ലാം രൂപത്തിലൂടെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ ഉന്നതമായ പരിമലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സഹകരിച്ച് സഹായിച്ചാലുണ്ടോ അവർക്ക് നീ അർഹമായ പരിമലം നൽകണേ അല്ലാഹ്. നിന്റെ ആഖിറത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചാലുണ്ടോ അവരെ മുഴുവൻ നീ അടിപിടിക്കണേ റബ്ബേ. പടച്ചവനെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. മനസ്സുള്ള ദൃഢമാക്കണേ അല്ലാഹ്. മനസ്സുള്ള നീ ഒരുമിപ്പിച്ച് നിർത്തണേ അല്ലാഹ്. അതിനിടയിൽ വിള്ളലുകൾ വരാതെ എല്ലാ തരത്തിലുള്ള പൈശാചിക ദുർബോധനങ്ങൾ കാക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഭൗതികമായ ഉള്ളയുടെ സഹായങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് റബ്ബാനെ. പടച്ചവനെ ആ സഹായങ്ങളോട് ഒരുമിച്ച് കൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ലോകത്തിന്റെ എവിടെയെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു അവർക്കൊക്കെ നൽകണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ എത്രയോ സഹോദരങ്ങളുടെ സഹോദരിമാരെ വിവാഹത്തിന്റെ പ്രായപരിധിയുടെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയാതെ ആശങ്കയോടെ പെട്ടുകൊണ്ട് കഴിയുന്നവരുടെ റബ്ബേ അവർക്ക് ഏറ്റവും അനുയോജ്യമായ എത്തിച്ചുകൊണ്ട് ഹലാലായ രൂപത്തിലുള്ള വൈവാഹിക ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചറബേ ആ ജീവിതത്തിൽ അവർക്ക് സ്വാലിഹീനായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീനായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചറബേ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ രാജാധിരാജനായ റബ്ബാനെ പടച്ചവനെ നൽകപ്പെട്ട മക്കളുടെ വിഷയത്തിൽ പലതരത്തിലുള്ള വേദനകൾ പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ റബ്ബേ മക്കളില്ലാതെ ത്യാഗപ്പെടുന്ന പലരുമൊക്കെ റബ്ബേ അവർക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഹലാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കണേ റബ്ബേ.
റബ്ബേ അല്ലാഹുവേ സ്ഥാപനത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ പ്രവർത്തകരെ പടച്ചവനെ പ്രവാസ ലോകത്തുള്ള ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിൽ വളരെയേറെ പ്രയാസത്തിലും ത്യാഗത്തിലുമാണ് റഹ്മാനെ പുതുതായി തുറക്കുന്ന സംരംഭത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അല്ലാഹുവേ ഇതിനു വേണ്ടി നാളുകളായി വർഷങ്ങളോളം ഓരോരാവരും പരിശ്രമിച്ചവരാണല്ലോ അല്ലാഹുവേ നാളുകളോടെയുള്ള ഈ സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളെ ഓരോ ചുവടുകളിലും അങ്ങേയറ്റമായി സഹായിച്ചവരാണല്ലോ പടച്ചവനെ അവരെ നീ വളർത്തണയല്ലോ പുതുതായി ആരംഭിക്കുന്ന സ്കൂളിന്റെ സംരംഭം പറക്കത്തിലാക്കണമല്ലോ നിന്റെ അമോദികമായ ദൈവീയായ ഖുവ്വത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റബ്ബേ നിന്റെ ഹിഫാളത്തിന്റെ മലക്കുകളെ കൊണ്ട് സഹായിക്കണേ അല്ലാ ഈ സ്ഥാപനത്തിന് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റണേ അല്ലാ പടച്ചവനെ ഇവിടെ പാവങ്ങളായ മക്കളുടെ ആശയമാക്കി നീ മാറ്റണേ അല്ലാ അവരുടെ അഭയത്തിന്റെ കവാടം തുറത്തുള്ള ഗേഹമാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ പടച്ചവനെ മറ്റ് ഏതെല്ലാം രൂപത്തിലൂടെ എവിടെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലും പ്രവാസ ലോകത്തിന്റെ വിദൂരങ്ങളിൽ നിന്നെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട് റബ്ബേ അവരുടെ മുഴുവൻ സഫലമാക്കണേ അല്ലാ പടച്ചവനെ എത്തിച്ചേർന്ന ഒരാളെ നീ പാഴാക്കല്ല റഹ്മാനെ ഈ ദുആവിനെ നീ കബൂലാക്കണം അല്ലാ അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക المصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين